ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു മുഖ്യധാര കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമുണ്ട്, ദൃശ്യമാധ്യമ ചാനൽ. അവർ ഈയിടെ ഒരു വാർത്ത വലിയ ഗംഭീരമായിട്ട് കൊടുക്കുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ വേറെ ഒന്നുമല്ല, സുരഭി എന്ന് പറയുന്ന ഹിന്ദു സ്ത്രീ മലദ്വാരത്തിലൂടെ സ്വർണം കടത്തി എന്നുള്ളൊരു വാർത്ത ഗംഭീര ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവര് കാണിക്കുകയാണ്. അപ്പൊ നമ്മൾ എഴുതി, അയ്യപ്പ, ഇത്രയും കാലമായിട്ട് നമ്മുടെ ഈ നാട്ടില് കേരളത്തില് ഒത്തിരി ആളുകൾ സ്വർണം കടത്തി, പാവം ദാരിദ്ര്യം കൊണ്ടായിരിക്കും, നമ്മൾ അവരുടെ ജാതിയും മതവും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഷോറൂമിനെ കുറിച്ചൊന്നും നമ്മൾ അളക്കുന്നില്ല, അളവ് നോക്കുന്നില്ല. എന്നാൽ അതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തൊരു ചാനല് ഒരു സുപ്രഭാതത്തിൽ പറയാണ്, ഇതാ സുരഭി എന്ന് പറയുന്ന സ്ത്രീ ഇത് ചെയ്തിരിക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ വാർത്തയുടെ കമന്റുകളൊന്ന് ഓടിച്ചു നോക്കിയിട്ട്, അപ്പൊ അതിലെന്താ വെച്ചാൽ അതോടുകൂടി പറയുന്നത് ആ സംഘികൾക്ക് മിണ്ടാട്ടമില്ല, ഹിന്ദുവിന് മിണ്ടാട്ടമില്ല, ഇത് സുരഭി ആയതുകൊണ്ട് സൂറാബിയാണെങ്കിൽ കാണാമായിരുന്നു. അപ്പൊ നമുക്കൊരു ജിജ്ഞാസ വർദ്ധിച്ചത് സൂറാബിയാണോ സുരഭിയാണോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴാണ് സൂറാബി ഖാത്തൂൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഈ പറയുന്ന ചാനലിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും മതസ്ഥര് ചെയ്തു ഒന്നും അതിന്റെ വാദത്തിലല്ല നമ്മൾ വരുന്ന. പക്ഷെ മറിച്ച് ഹിന്ദുക്കളുടെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടായാൽ ശരി, അതങ്ങോട്ട് ആഘോഷിക്കാം എന്ന് കരുതുന്ന ഒരു പ്രവണത ഇവിടുത്തെ മാധ്യമങ്ങളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് നേരെയാണെങ്കിൽ രാജശേഖരൻജി പറഞ്ഞ പോലെ മതം പഠിപ്പിക്കുന്ന വിഷയമാണെങ്കിലും മതപാഠശാലകൾ ഹിന്ദു സമൂഹത്തിൽ വളരെ വിരളമാണ്. സർക്കാരുകളുടെ സഹായങ്ങൾ ഒട്ടും തന്നെയില്ല. ദേവസ്വം ബോർഡുകളുടെ ഫണ്ടുകൾ ഉണ്ടാക്കുമ്പോഴും അവര് ദേവസ്വത്തിക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് കൊടുക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ ഒന്നുറപ്പാണ്, ഒരു മതസ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. ഒരു തരത്തിലും ഒരു ദേവസ്വം ബോർഡിൽ നിന്നോ ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്നോ ഒരു രൂപ പോയിട്ട് 5 പൈസ പോലും ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാർക്ക് ലഭിക്കുന്നില്ല. വെറുതെ ഇരുന്ന് എന്തെങ്കിലും ആത്മീയത പറഞ്ഞ് അങ്ങനെ പോകല്ല. സർക്കാർ സംവിധാനത്തിൽ കൂടിയായി പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ ശാന്തിക്കാരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാന്തിക്കാർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനമാണ് ഞങ്ങൾ നടത്തുന്നത്. അതായത് സർക്കാരിന്റെ ഒരു വരുമാനത്തിന്റെ ഭാഗം തന്നെ വകമാറ്റാൻ പലപ്പോഴും ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ എന്നാൽ മദ്രസകൾക്ക് കൊടുക്കുന്ന ഒരു തരത്തിലുള്ള മദ്രസകളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നമുക്കറിയില്ല. എന്നാൽ ഇവിടെ നിന്ന് കിട്ടുന്ന വകമാറ്റുമ്പോൾ ഹിന്ദുവിന്റെ ഒരു തരത്തിലും ആചാര്യന്മാർക്ക് തന്നെ ഒരു സഹായമില്ല. അതുപോലെ തന്നെയാണ് മദ്രസകൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം, പല മദ്രസകളിലും ഇവിടെ തന്നെ ഉണ്ടായ ഒരാളെ, അദ്ദേഹത്തിന്റെ അച്ഛൻ മതം മാറ്റാൻ വേണ്ടിയിട്ട് ഇവര് കൊണ്ടുപോയിട്ട് അകത്തിട്ട് പൂട്ടി, മഞ്ചേരി ഒരു സ്ഥാപനത്തിട്ട് പൂട്ടിയിട്ട് കാണാൻ ചെന്നപ്പോ പറഞ്ഞു അത്രേ, സംസാരിച്ചോളൂ, സംസാരിക്കാം, അച്ഛൻ പോരുകയാണെങ്കിൽ പോകുന്ന, പക്ഷെ നിർബന്ധിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. സംസാരിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ പറയാത്രേ, ഞാൻ വരികയാണെന്ന്. വേറൊന്നുമല്ല, ഇവരുടെ സിസ്റ്റങ്ങളിൽ ആ പാവം മനുഷ്യൻ ഒരു പട്ടികജാതിക്കാരനാ, ആ മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുടുങ്ങിപ്പോയതാ. മക്കളിൽ നിന്ന് സംസാരിച്ചോട് കൂടി ആൾ കണ്ണുന്നൊക്കെ വെള്ളം പിടിച്ച് എനിക്ക് വരണം എന്ന് പറഞ്ഞു. വരണം എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ആ അധ്യാപകര്, ആ മുസ്ലിം അധ്യാപകര് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയപ്പോ ഈ ചെന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നു, അച്ഛൻ ഇഷ്ടപ്രകാരം പോവുകയാണെങ്കിൽ പോന്നോട്ടെ, എന്താ പോരുന്നു എന്നുള്ളത്. അതായത് അങ്ങോട്ട് പോകുമ്പോൾ എന്തോ പ്രതീക്ഷയിൽ പോയി കുടുങ്ങിക്കിടക്കുന്നു. പക്ഷെ എന്നാൽ അവിടെ നടക്കുന്ന മതപഠനവും മറ്റുള്ളതും എന്താണ് എന്ന് നമ്മൾ പല വാർത്തകൾ ഈ ഓൺലൈൻ ചാനലിലൂടെ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ കാര്യമായിട്ട് എല്ലായിടത്തും പഠിപ്പിക്കുന്നുണ്ടോ നമുക്കറിയില്ല. നമ്മൾ മദ്രസ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മള് ആ ഒരു കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാണ് ചില വാർത്തകളിൽ ചില ആളുകൾ വാർത്തയിലെ ക്ലാസ് എടുക്കുന്നത്. ആ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര ഭീകരായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഭീകരവാദ പ്രവർത്തനത്തിലേക്കും ഈ പുതിയ സമൂഹത്തെ നയിക്കുമ്പോ അതിനെതിരെ അന്വേഷണമില്ല. അവിടെ നമ്മൾ പറഞ്ഞ നമ്മളുടെ ആശ്രമത്തിലോ വിദ്യാപീഠത്തിലോ ഒക്കെ അന്വേഷണം നിരന്തരം, നമ്മളെയൊക്കെ വന്ന് നിരന്തരം അന്വേഷണമാണ്. എന്താ ഇവിടെ നടക്കുന്നത്, ഇവിടെ എന്ത് നടക്കാന് പറ്റുറ്റിയെ കണ്ടിട്ടില്ല, ഇവിടെ എന്ത് നടക്കാന്. അപ്പോ നമുക്ക് നേരെ എപ്പോഴും തുറന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണുകളുണ്ട്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞു വന്നത്, ഇവിടെ നമ്മളെ ഒറ്റ ചേർന്ന് ഹൈന്ദവനെ ആക്രമിക്കാൻ നിൽക്കുകയും ആ ഹൈന്ദവൻ പ്രതികരിക്കുമ്പോൾ എന്ത് ചെയ്യാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ആരിഫ്ജി പറഞ്ഞ പോലെ വലതുപക്ഷം അങ്ങനെ പറഞ്ഞു, അത് സംഖ്യയാണ്, ചാണകമാണ് എന്നൊക്കെ പറയാണ്. ഇപ്പൊ തന്നെ മണിപ്പൂർ വിഷയം ഉണ്ടായ സമയത്ത് ഇതുവരെ ഇവര് പ്രധാനമന്ത്രി ഉണ്ടെന്നില്ല, മറ്റുള്ളവർ ഉണ്ട് ഇതൊക്കെ പറയാൻ ആളുണ്ട്. ക്രൈസ്തവ സഭ തന്നെ പറഞ്ഞിരിക്കുന്നത്, അത് രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള നീതികളും കുക്കികളും തമ്മിലുള്ള ഗോത്ര കലാപമാണ് എന്നുള്ളത്. പക്ഷെ എന്താണ് എഴുതി തീർക്കാൻ ശ്രമിച്ചത്? ഹിന്ദുത്വവാദികൾ ഇതാ ആദിവാസികളെ ആക്രമിക്കുന്ന ആദിവാസികളും ഹിന്ദുത്വവാദികളുമാണ്, അതിന്റെ ഒപ്പം ഒരു ക്രൈസ്തവനെ ഉപദ്രവിക്കുന്നു എന്ന രീതിയിലല്ലേ പറഞ്ഞേ. എന്നും ഹൈന്ദവനെ വിഘടിപ്പിക്കുക. ഇവിടെയാണ് രാജശേഖരൻജി പറഞ്ഞ പോലെ തൃശ്ശൂരിൽ നടന്ന സന്യാസി സംഗമം, വിവിധങ്ങളായിരിക്കുന്ന സമ്പ്രദായങ്ങളിലെ വിവിധങ്ങളായിരിക്കുന്ന ആചാര്യന്മാർ, ഞങ്ങളെല്ലാവരും ഹിന്ദുക്കളായിട്ട് പങ്കെടുത്ത്, ഹൈന്ദവ സമ്പ്രദായമായിട്ട് പങ്കെടുത്ത്. അവിടെ ആരോടും ജാതി ചോദിച്ചില്ല. ഈ സംഘസ്ഥാനിൽ പോയിട്ട് മറ്റേ അംബേദ്കർ പറഞ്ഞല്ലോ, ഇവിടെ ആരും ചോദിക്കുന്നത് കണ്ടില്ല, അവിടെ ആരും ജാതിയൊന്നും ചോദിച്ചില്ല. സമ്പ്രദായങ്ങളൊക്കെ ഇരിക്കുന്ന ഞങ്ങളെടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം മുഴുവൻ ഹൈന്ദവരും അറിയണം.
അത് തന്നെയാണ് രാജശേഖരൻജി പറഞ്ഞു, ഇംഗ്ലീഷിലായി എല്ലാം മനസ്സിലാകാത്ത സാധുക്കൾ ഉണ്ടാവുമല്ലോ. അതായത് ഇത്രയും കാലം ഹിന്ദുക്കൾ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആശയക്കുഴപ്പം, പല വിഷമങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇനി ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയല്ല, ചോദിക്കുന്നവരായിട്ടുമാണ് ഹിന്ദുക്കൾ. ഓരോ ഹിന്ദുവും ചോദ്യം ചോദിക്കണം. ഇവിടെ ആരോടായാലും, അത് ബി ജെ പിക്കാരും ചോദിക്കാം. നമുക്കറിയില്ല ബി ജെ പിക്കാർ ഇപ്പൊ ഈ വിഷയം കേരളത്തിലെ ബി ജെ പിക്കാർ എത്ര ആൾക്കാർ ഇപ്പൊ ഈ റിയാസിലുണ്ടായിട്ടുള്ള വിഷയം കണ്ടിരിക്കുന്നോ അതിനെ സംസാരിക്കുന്ന ഭയം ഉണ്ടാകാൻ പാടില്ലല്ലോ. നരേന്ദ്രമോദിയുടെ ആളുകളാണെങ്കിൽ ഭയം ഉണ്ടാകാൻ പാടില്ല, അമിത്ഷായുടെ ആളുകളാണെങ്കിൽ ഭയം ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രത്തിന് നേരെ ഉണ്ടാകുമ്പോ അവിടെയാണ് രാജശേഖരൻജി പറയുന്ന പോലുള്ള വാദമുഖങ്ങൾ നമുക്കും വരിക. എന്തിനാ മുട്ടടിക്കുന്നത്? പറയേണ്ടത് ഭീകരന്മാർക്ക് മുട്ടടിക്കേണ്ട ആവശ്യമില്ല. അവിടെ ദേശീയ ആൾക്കാരൊക്കെ അവരെ കൂടെയൊക്കെ ഉണ്ടായിരിക്കും, അതൊന്നും നോക്കണ്ട. പറയുമ്പോ പണം, പക്ഷെ ആ പറയുന്നിടത്തുണ്ടോ നമുക്കറിയില്ല. അതുപോലും ചോദിക്കാൻ ഹിന്ദു തയ്യാറാകണം എന്നാണ് മോഹൻ ഭഗവത്ജി ഇപ്പൊ നമുക്ക് കാണിച്ചത്. കാരണം ആർക്ക് വീഴ്ച വന്നാലും ആണ് വീഴ്ച എന്ന് വേണം ഹിന്ദു ഭാവമായിരിക്കണം ഹിന്ദുക്കൾക്ക്, ഹിന്ദു ആചാര്യന്മാർക്ക്, ഹിന്ദു ലീഡർമാർക്ക്. നമ്മൾ ചോദ്യം ചോദിക്കണം. ആ ചോദ്യമാണ് ഇനി ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കണ്ട, ഹിന്ദുവിനെ ജാതി പറഞ്ഞ് ഭിന്നിപ്പിക്കണ്ട. ഹിന്ദുവിനെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവന്റെ ഉള്ളിലേക്ക് അവന്റെ വിഘടനം സൃഷ്ടിച്ച് ഇവരെന്ത് ചെയ്യാണ്? ഇവരുടേതായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക, ഭീകരന്മാരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തന്നെ അവർ ശ്രമിക്കുന്നത്. അതിനെതിരെ ഹിന്ദു തിരിയരുത്. അവിടെ ഹിന്ദുവിന് ജാതിയുണ്ട്, മിണ്ടിക്കഴിഞ്ഞ സംഖ്യയാണ്, അവൻ മറ്റതാണ്, ചാണകമാണ് എന്നൊക്കെ പറയാണ്. നമ്മൾ ഈ പറയുന്ന മലപ്പുറം ജില്ലയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇലക്ഷന് മുന്നോടിയായിട്ട് കൊണ്ടോട്ടിയിൽ എത്തിയപ്പോ അവിടെ മത്സരിച്ചത് ആരൊക്കെ നിങ്ങൾക്കറിയാം. അവിടെ ന്യൂനപക്ഷത്തിന്റെ ഒരു നേതാവ് മത്സരിക്കുമ്പോ, കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പേര് നമ്മളെ വായിൽ വരുന്നില്ല, അപ്പൊ എന്തായാലും ശരി, അദ്ദേഹം മത്സരിക്കുമ്പോ ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുകയാണ്, വലുതായിട്ട് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? ന്യൂനപക്ഷത്തിന്റെ ശബ്ദമാകാൻ ആ നേതാവ് അങ്ങ് പാർലമെന്റിലേക്കോ എന്താ എഴുതി വെച്ചിരിക്കുകയാണ്. ഇവിടെ സുരേഷ് ഗോപിയുടെ പേര് അങ്ങനെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടാവില്ല, ശോഭാ സുരേന്ദ്രന് വന്നിട്ടുണ്ടാവില്ല, ആർക്കും അത് എഴുതിയിട്ടില്ല. എഴുതിയിച്ച എന്താ അവസ്ഥ? ഇവിടെ ഭൂരിപക്ഷത്തിന്റെ ശബ്ദമാകാൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു ഹിന്ദുവിന് പോസ്റ്റർ ഒട്ടിക്കാൻ കഴിയില്ല, ഒരു മത്സരിക്കാൻ കഴിയില്ല. മത്സരിച്ചാൽ ഈ മതേതരത്വം പറയുന്നവരെ കഴിഞ്ഞ നേരെ, കാരണം ന്യൂനപക്ഷത്തിന്റെ ശബ്ദമാകാം. മലപ്പുറത്ത് ന്യൂനപക്ഷത്തിന്റെ ശബ്ദമായിക്കോട്ടെ, വിരോധമില്ല. ഭൂരിപക്ഷം മലപ്പുറത്ത് ഉള്ള പാവം ഹിന്ദുക്കളുടെ കാര്യം ആര് പറയും? ന്യൂനപക്ഷത്തിന്റെ ശബ്ദമാകാൻ പോകുന്നവർ മലപ്പുറത്തുണ്ട്, സംശയമില്ല, ചെയ്യണം. അവരുടെ ആളുകൾക്ക് വേണ്ടി അവർ സംസാരിക്കണം. പക്ഷെ ഇന്ത്യയിലെ ഭൂരിപക്ഷം മലപ്പുറത്ത് ന്യൂനപക്ഷമായിരിക്കുന്ന എന്റെ ജനതയുടെ കാര്യം പറയാൻ ആരുണ്ട് മലപ്പുറത്ത്? മലപ്പുറത്തെ ഹിന്ദുക്കൾ ചിന്തിക്കട്ടെ. അല്ല ഇവരെന്നെ പറഞ്ഞോളെന്ന് പറഞ്ഞ പിന്നെ പോസ്റ്റർ എന്തിനാ വെച്ചേ? എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തിനാ വെച്ചേ? ഇത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഹിന്ദു തയ്യാറാകണം. അത് തന്നെയാണ് മണിപ്പൂരിലായാലും ശരി. മണിപ്പൂരിലെ കലാപവും ഒരു വർഗീയമായി ചിത്രീകരിക്കുമ്പോഴാണ് മോഹൻ ഭഗവത്ജി ഇപ്പൊ അടുത്ത് പറഞ്ഞത് ഇവിടെ ജാതിയില്ല, ജാതി ഭേദമില്ല എന്ന് പറയുന്നത്. എന്തിനാ മോഹൻ ഭഗവത്ജിയുടെ പേര് എടുത്തിലേക്ക് പറഞ്ഞാലേ ഇവിടെ ഒരു പ്രചരണമാണ്. RSS ആണ് ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്നതെന്ന്. RSS അല്ല സത്യത്തിൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്നത്. ഈ ജാതി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ആരാന്നുള്ളത് ഏതൊരാൾക്കും സാമാന്യനെ മനസ്സിലാവും. ജാതി മതവും പറഞ്ഞ് രാഷ്ട്രത്തെ കലുഷിതമാക്കാൻ ശ്രമിക്കുന്നത് ഈ വിപ്ലവം പറഞ്ഞു നടക്കുന്നവർ തന്നെയാണ്. അവരാണ് ഈ ജാതിയുടെ ഈ വിഷയങ്ങൾ പറഞ്ഞ് ഹൈന്ദവരെ നിത്യേന വിഘടിപ്പിക്കുന്നത്. അവരെന്താ വെച്ചാൽ അവർ ഈ ഇത്തരത്തിൽ ഹൈന്ദവരുടെ ഇടയിൽ വിഘടനം ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ഒരു കാര്യം അവർ സംസാരിക്കില്ല. ഇതുപോലെ തന്നെ ഒരു കാര്യം പറയാം. ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇതിലൊരു കമന്റ് കാണുകയുണ്ടായി കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ചിട്ട്. എന്നെങ്കിലും ഒരു സമയത്ത് ഇനി ഉണ്ടെങ്കിൽ ആർക്കും ചണ്ടാള ബാബയുടെ ആശ്രമത്തിൽ എത്തിച്ചേരാം. ഈ പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന വലതുപക്ഷ ഇവർ പറയുന്ന കോൺഗ്രസോ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുണ്ടെന്ന് പറയുന്ന ഇവിടുത്തെ ഈ എന്തിനും ഏതിനും കയറി അഭിപ്രായം പറയുന്ന ആളുകളോ നായകന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരെന്നെങ്കിലും ഈ കാശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ച പീഡകളെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞതിന്റെ എന്തെങ്കിലും ഒരു വിഷ്വലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണിച്ചു നമ്മൾ ഇല്ല, പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞാൽ ഒരു മുസ്ലിം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയല്ലേ ഒരു കാശ്മീരി പണ്ഡിറ്റ്? അവൻ അനുഭവിച്ച വേദനകളുടെ ചിത്രീകരണം ഈ കേരളത്തിൽ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇന്നപ്പോ കാശ്മീരി ഫയൽ കാണിക്കാൻ പാടില്ല, അത് വിഘടനം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ സത്യത്തെ ചിത്രീകരിച്ച് കാണിക്കുന്ന ഹിന്ദു വിഘടനവാദിയും എന്നാൽ ആ സത്യം അനുഭവിച്ച ആളുകളുടെ വേദന പറയാതിരിക്കുന്ന മതേതരത്വവും അത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഈ നാട്ടില. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓരോ ഹിന്ദുവും പറയും. ഇവിടെ രാഷ്ട്രീയമല്ല നമ്മുടെ ഹിന്ദുവിന്റെ വിഷയം, നമ്മുടെ രാഷ്ട്രീയമല്ല, നമ്മുടെ രാഷ്ട്രമാണ് നമുക്ക് മുഖ്യം. നമ്മൾ രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃതിയാണ്. ആ സംസ്കൃതി നേരെ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ അവിടെ മതം നമ്മുടെ ഇടയിൽ നിന്നൊരാളാണെങ്കിൽ പോലും ഈ രാഷ്ട്രത്തെ, ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ നമ്മെ സംബന്ധിച്ചത് നമ്മുടെ ശത്രു തന്നെയാണ്. എന്താണ് നമ്മുടെ സംസ്കൃതി? നമ്മുടെ രാഷ്ട്രത്തിന്റെ
ആത്മാവാണ്. അപ്പൊ ആ വിഷയത്തിലാണ് നമ്മളിത് പറയുന്നത്. കൂടാതെ ഇതിന്റെ ഇടയ്ക്ക് സർക്കാരിന്റെ ഒരു ഓർഡർ വന്ന് പത്രത്തിൽ നമ്മൾ വാർത്ത വായിക്കേണ്ട, അതായത് ഈ ഭൂമി കയ്യേറിക്കൊണ്ടുള്ള ആരാധനാലയങ്ങൾ സർക്കാർ തിരിച്ചു പിടിക്കണമെന്ന് ഹൈക്കോടതിയുടെ എന്താ പറയാ ഇത് നിർദ്ദേശം പോയിരിക്കുക സർക്കാരിന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കളക്ടറെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഏത് ഹിന്ദുവിന്റെ അമ്പലമാണ് ഈ പുറമ്പോക്കിൽ കിടക്കുന്നത്? എന്നാൽ എണ്ണികളോട് ഇങ്ങനത്തെ കുരിശുകൾ നമ്മൾ കാണിച്ചു തരാം. പാഞ്ചാലി മേട്ടിൽ പോയിട്ട് കുരിശിന്റെ അടിയിൽ കല്ലും വെച്ച് പൂജ നടത്തിയുള്ള ചണ്ടളപ്പ. ഇപ്പൊ അതിന്റെ പേരിൽ എന്തൊരു വിഷയത്തിന്റെ പേരിൽ നമ്മുടെ ഒരു ഹിന്ദു സാമാജികനായിരിക്കുന്ന ഈ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറയുന്ന ആൾക്കെതിരെ എന്തൊരു കേസുള്ളതായിട്ട് നമ്മളൊരു വാർത്ത കാണുന്നുണ്ട്. ഇവിടെ ഒരു ആശ്രമബന്ധു അയച്ചെന്നാണ് വാട്സപ്പിൽ. അതായത് ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഹിന്ദുവിന് നേരെ നിരന്തരം, അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളെ മാത്രമല്ല, നമുക്കിങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെയൊക്കെ പറയേണ്ടതായിട്ട് വരും. നമുക്കങ്ങനെ ചേർത്ത് നിർത്താൻ പറ്റിയ മറ്റു അവസരമൊന്നുമില്ല. കാരണം എന്താ പറയാൻ കാരണം വെച്ചാല് മറ്റു ഹിന്ദു സമൂഹത്തിലെ ഒരു എന്താ പറയുക, നമ്മൾ പട്ടികജാതി പട്ടൊരു വിഭാഗങ്ങൾക്ക് അപ്പുറം മറ്റു മതസ്ഥരെ മതം മാറ്റുന്ന ഇസ്ലാമിക മതക്കാരെ പോലെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിലെ പട്ടികജാതി പട്ടികക്കാരെ മതം മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നത് ക്രൈസ്തവരാ. എങ്ങനെ അവരെ മഹത്വവൽക്കരിക്കാൻ പറ്റും? ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആവശ്യ ക്രിസ്ത്യാനികളാ. അപ്പൊ അതുകൊണ്ട് ഭേദം പറയുകയാണെങ്കിൽ ഒരു ഭേദവുമില്ല, രണ്ടു കൂട്ടർ ഒരുപോലെ. ഇപ്പൊ ആവശ്യത്തിന് വേണ്ടി ചേർന്നുകൊണ്ട് ഞങ്ങളാന്ന് പറയുമ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കുകയും ചേർത്തെടുത്തും ചെയ്ത് അവർ വലിയ കേമന എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ നെയ്തികളെയും കുക്കികളെയും എന്താ ഒരു മതം? എന്തുകൊണ്ടാ ഒരു കലഹം? മതം മാറ്റമാണ്. ആരാ ചെയ്ത്? ക്രൈസ്തവരാ. അപ്പോ ഈ ഒരു കാഴ്ചപ്പാടിൽ ഇവർക്കൊക്കെ ഇവരുടെ മതം തന്നെയുള്ളൂ. എന്നാൽ നമ്മുടെ ആളുകൾക്കോ നമുക്ക് മതമൊന്നുമില്ല. നമുക്ക് നേതാവും പാർട്ടിയും മാത്രമാണ് നമുക്കുള്ളത്. നമുക്ക് മതമില്ല. നമുക്ക് മതം ഉണ്ടാകണം. നമുക്ക് മതമുണ്ടാകും. നമ്മുടെ പൂർവിക പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അവിടെയാണ് നമ്മളുടെ ആരാധനാലയങ്ങളൊക്കെ തിരിച്ചു പിടിക്കുന്നു പറയുമ്പോ നമുക്കൊന്ന് കാണാം. ഇപ്പൊ വരുന്ന സർക്കാരോ അല്ലെങ്കിൽ അടുത്ത വരുന്ന സർക്കാരോ ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ എത്ര ആരാധനാലയം പിടിക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം പാഞ്ചാലിമേട് പോലെയുള്ള എല്ലാ മലമ്പ്രദേശങ്ങളിലും വെച്ചിരിക്കുന്ന കുരിശാണ് ആദ്യം പോവുക. പിന്നെ പള്ളികളും അതുപോലത്തുള്ള സ്ഥലങ്ങളിൽ പല പള്ളികൾക്കും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ ഭൂമി മലബാർ പ്രദേശങ്ങളിൽ എത്രയാണ് കയ്യേറിയിരിക്കുന്നത്? ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ പണ്ടുണ്ടായി സന്യാസിമാരെ എന്താ പറയുക ഉടുതുണി അടിക്കാനും മൊട്ടയടിക്കാനും പോയ ഡിവൈഎഫ്ഐക്കാര്, ഒരു പാവം കണ്ണൂരുകാരെ വിനോദം കണ്ട് സ്വാമിയുണ്ട്. ഇപ്പൊ അടുത്ത നമ്മൾ അദ്ദേഹത്തെ കണ്ടേ. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്, ഒരു ഗുഹയിൽ കഴിഞ്ഞ മനുഷ്യനാണ്. ആ ഒരു രാഷ്ട്രീയത്തിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി പൂർവികമായിട്ട് പണ്ടുള്ളവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെയാണ് അവരെ പാരമ്പര്യത്തിൽ എന്നാ പറഞ്ഞ്. എന്തായാലും ഇയാൾ കാവ്യം കൊടുത്തത് അവർക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ 10 കുട്ടികൾ മാന്യമായിട്ട് ധാർമ്മികമായി സഞ്ചരിക്കുന്നവർക്ക് പറ്റിയില്ല. അവിടേക്ക് പോയിക്കൊണ്ട് ആ പാവൻ സാധുവിന്റെ പുസ്തകങ്ങൾ കത്തിച്ച് മൊട്ടയടിച്ച് ആക്ഷേപിച്ച ആളുകൾ ഇവിടുത്തെ ഒരു മുസ്ലിം നേതാവിന്റെ അല്ലെങ്കിൽ ഒരു മത നേതൃത്വത്തിന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് വെള്ളം ഊതി കൊടുക്കുന്നിടത്ത് പോയപ്പോ അതിന്റെ ഗേറ്റിന്റെ അവിടെ വരെ കാലടിച്ച് മുട്ടടിച്ച് ഇവർക്ക്. ഇവിടെ നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത് ശ്രീകൃഷ്ണപുരത്ത് ഒരു സ്വാമിയുണ്ട്. ആ സ്വാമിയുടെ ആശ്രമത്തിലേക്ക് ഒരു വലിഞ്ഞു കയറിപ്പോയി. എന്തേ ഇവർക്ക് മറ്റിടത്തേക്ക് പോകാൻ കഴിയാത്തത്? ഇവിടെ ഈ പറഞ്ഞ ഇലന്തൂരിലെ കൊലപാതകം നടന്ന സമയത്ത് എത്രയോ ഈ പറഞ്ഞ ചെറിയ കുടുംബക്ഷേത്രങ്ങളും അതുപോലെ തന്നെ പൂജാരിനിമാരും കോമരങ്ങളെയും ഇവർ ആക്രമിച്ചു. എന്തേ ഇവർക്കൊരു മൊല്ലാക്കിയെ കിടന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല? ഇപ്പടുത്ത് ഇവിടെ ആശ്രമത്തിൽ വിളിച്ചു പറഞ്ഞത് ഒരാൾ വിഷമം പറയാ, ഒരു പെൺകുട്ടി, ഒരു ഹിന്ദു പെൺകുട്ടിയെ പൂജ ചെയ്യാ എന്ന് വേണ്ട ഒരു ഉസ്താദ് ആ പെൺകുട്ടിയെ നശിപ്പിച്ചു എന്ന് കരഞ്ഞുകൊണ്ടാ പറയുന്നേ. ആ കുട്ടിയുടെ ഭാവി എഴുതിയിട്ട് ആ സ്റ്റേഷനിൽ പോവാത്തേ. ഇവര് പോവോ? ഇവര് പോകും. ഏതെങ്കിലും ഒരു പെൺകുട്ടി അബദ്ധം കൊണ്ട് ഏതെങ്കിലും ഒരു സന്യാസിയുടെ ലിംഗം ഛേദിച്ച ഹിന്ദുവിനെ ആക്ഷേപിക്കാൻ കിട്ടിയ അവസരം ഇവര് മുതലെടുക്കും, ഇവര് പോകും. നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് കയറി പോകും. അപ്പൊ സമയവും പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ടാ ഹിന്ദു ഇനിയെങ്കിലും ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയല്ല, ഹിന്ദു ചോദിക്കാൻ തയ്യാറാകണം. ആ ചോദിക്കാൻ തയ്യാറാകുമ്പോൾ ഹിന്ദുവിന്റെ വായടപ്പിക്കാൻ വേണ്ടി സംഘി എന്നോ ചാണകമെന്നോ ഒക്കെ പറഞ്ഞു വരികയാണെങ്കിൽ അതും എന്നും പതറാൻ നിൽക്കണ്ട. നമ്മുടെ വായടപ്പിക്കാൻ നമ്മളാരാ നമുക്കറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഹിന്ദുവിനെ കുത്തി നോവിക്കാനും ഹിന്ദു രാഷ്ട്രത്തെ നോവിക്കാനും ഭീകരന്മാർ 80 പേരിറങ്ങിയാൽ 4-5 എണ്ണയപ്പിന് കായാൻ പോകുന്നുള്ളൂ. മറ്റുള്ളവരൊക്കെ എവിടെയാ? ഇവരൊക്കെ വന്നവര് പാർപ്പിടം ഒരുക്കുന്നേ. അതൊക്കെ ചിന്തിക്കണം. ആശ്രമങ്ങളിൽ അന്വേഷിക്കും, മറ്റൊടത്ത് അന്വേഷിക്കില്ല. അവിടേക്ക് പോയിരിക്കില്ലേ? ഇപ്പൊ ശബരിമലയിലും അല്ലെങ്കിൽ പഴനിയിലും തിരുപ്പതിയെ വെച്ച് നോക്കുമ്പോ വരുമാനം ഏകദേശം ഒപ്പം നിൽക്കുന്ന ഈ വൈഷ്ണവ ക്ഷേത്രമൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്താ. വിളിക്കുമ്പോഴേ ചെല്ലാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ആ ക്ഷേത്രത്തിൽ പോകുമ്പോ ഒരു സാധാരണ ഭക്തന്റെ ഭയം എന്താ? സാധാരണ ഭക്തൻ നമ്മളിപ്പോ രാജശേഖരൻജിയെ പോലെ ഒന്നും അല്ലല്ലോ എല്ലാവരും, അല്ലേ? ബൈജിയെ പോലെ ആയിരിക്കില്ല. അത്ര 10 കേസ് വന്നാലും പക്ഷെ ഇല്ലാത്ത പോലെ അല്ലേ ഇത് വെടിമുട്ടുമ്പോ പേടിച്ചിട്ടുണ്ടാവും. ഈ ഭയപ്പെടുത്തുകയാണ്. എന്താണ്?
ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങൾക്ക് പോകരുത്. നരേന്ദ്രമോദി ഭരിക്കും കാലം ഹിന്ദുവിന് സമാധാനം തരില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓർമ്മപ്പെടുത്തലിൽ ഹിന്ദു ഭയക്കില്ല എന്ന് ഓരോ ഹിന്ദുവും പറയും. അതുകൊണ്ട് ശബരിമല പോകുമ്പോഴും ഈ പറഞ്ഞ പോലെ അയ്യപ്പന്മാരെ അവരെ ആക്രമിക്കുന്ന സമയത്ത് തിരിച്ചൊരു കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭീകരന്മാര് ഇവിടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ അവിടെയുള്ളത് ഉദ്യോഗസ്ഥന്മാരാ. നമ്മുടെ അയ്യപ്പന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടായില്ലേ? ഇതിനൊക്കെ കരുതൽ വേണം. ആര് കരുതും? ഇവിടുത്തെ സർക്കാർ സംവിധാനം ഇല്ല. നമ്മുടെ ഹൈന്ദവർ വേണം ഉണർന്നുണർന്ന് പ്രവർത്തിക്കാൻ. ഒന്നുറപ്പാണ്, ഇവിടെ ഹിന്ദുവാണെന്ന ബോധത്തോടെ രാഷ്ട്രത്തിന് നമസ്തേ സദാവത്സലേ പുണ്യഭൂമേ ത്വയാ ഹിന്ദു ഭൂമേ എന്ന് പ്രാർത്ഥിച്ച കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ ഒരു പോലീസുകാരനും ഒരു സർക്കാർ സംവിധാനങ്ങളും ഒന്നും ചെയ്തില്ലെങ്കിലും ഓരോ ഹിന്ദുവിനും അല്ലെങ്കിൽ ഓരോ രാഷ്ട്ര സ്നേഹിക്കും സമാധാനമായിട്ട് കടന്നുറങ്ങും. എന്താണ്? രാജ്യം കാക്കുന്ന പട്ടാളക്കാരും അതുപോലെ തന്നെ നിൽക്കുന്ന സ്വയം സേവകരുള്ളിടത്തോളം കാലം നമ്മൾ ഭയക്കണ്ട. അവർക്കൊപ്പം അണിനിരന്നു കൊണ്ടുപോകുമ്പോൾ ആരെന്തു പറഞ്ഞാലും നമ്മൾ തളരാതിരിക്കുക. അതുകൊണ്ട് ഈ വാർത്ത ആരും പറഞ്ഞില്ലെങ്കിലും നമ്മളുടെ ഹിന്ദു മക്കൾ, രാഷ്ട്രത്തിന്റെ പൊന്നുമക്കൾക്കും ധീര ജവാന്മാർക്കും വേണ്ടി ആരും ആദരാഞ്ജലികൾ അർപ്പിച്ചില്ലെങ്കിലും നമ്മൾ ഓരോരുത്തരും കൂടെ നിൽക്കുന്ന രാജശേഖരൻജി പറഞ്ഞ ആ ഒരു എന്തൊരു ചടങ്ങ് നടക്കുന്നതായിട്ട് അറിയാൻ പറ്റി. നമുക്ക് നേരിട്ട് എത്തിയില്ലെങ്കിലും നമ്മളൊക്കെ പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. പൂർണ്ണമായി ഹിന്ദുവിന് നേരെയുള്ള ആക്രമണങ്ങൾക്കൊപ്പമുണ്ടായി രാഷ്ട്രത്തിനൊപ്പമുള്ള ആക്രമണങ്ങൾക്ക് എതിരെ നമ്മൾ എപ്പോഴും നമ്മളുടെയൊക്കെ നിലപാടുണ്ട്. അതുകൊണ്ട് ഇനിയെങ്കിലും ഹൈന്ദവരോട് വീണ്ടും ഒരു അപേക്ഷയാണ്, നമ്മൾ കേൾവിക്കാരാവരുത്. മുസ്ലിം സമൂഹത്തെ കണ്ടുപഠിക്കുക. ആ വിഷയത്തിൽ അവർക്ക് മതവിഷയം വരുമ്പോൾ ഒരു ഒറ്റക്കെട്ടാണ്. അതുപോലെ മതവിഷയം വരുമ്പോൾ ജാതി പറഞ്ഞ് ഭിന്നിക്കാതെ, സമ്പ്രദായം പറഞ്ഞ് ഭിന്നിക്കാതെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക. നമുക്കിടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റുന്നതൊക്കെ ചർച്ച ചെയ്യുന്നതും പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ പരിഹരിച്ചു പോകുന്നതിന്റെ മാറ്റമാണ് സമാജത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമാകുക തന്നെ ചെയ്യും. അതിന്റെ ഉറപ്പ് നമുക്കൊക്കെ ഉണ്ട്. ആ ഒരു ഉറപ്പ് നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വീണ്ടും തുടങ്ങിയ പോലെ തന്നെ ഇപ്പോഴും നമ്മൾ പറയണേ, വീരമൃത്യു വരിച്ച ജവാനും അതുപോലെ തന്നെ അവിടെ മരിച്ചു വീണ കുരുന്നിനും മറ്റുള്ളവർക്കും എല്ലാവർക്കും സർക്കാർ എന്ത് സഹായം ചെയ്താലും ശരി, അത് നമ്മുടെ ഹൈന്ദവ മക്കൾക്കേറ്റ വലിയൊരു എല്ലാവർക്കും ഉണ്ടായ വേദനയാണ്. ആ കുടുംബത്തിലുണ്ടായ വേദനകളിൽ നമ്മൾ പങ്കുചേരുന്നു. ആര് മരിച്ചാൽ, ഏത് മതത്തിന് മരിച്ചാലും മരിക്കുന്നത് മനുഷ്യരാകുന്നത് കൊണ്ട് തന്നെ ഭീകരവാദം ഈ ലോകത്ത് നിന്ന് മുച്ചോടെ നശിക്കണമെങ്കിൽ തീവ്ര കാഴ്ചപ്പാടും ദർശനങ്ങളും ആര് പിൻപറ്റുന്നു അവര് സ്വയം തിരുത്തുക വേണം. തിരുത്തിയില്ലെങ്കിലോ, ചട്ടങ്ങൾ മാറിയില്ലെങ്കിൽ മാറ്റാൻ നാം തയ്യാറാകണം. അതിന് ഹിന്ദു തന്നെയാണ് അവൻ മുന്നിട്ടിറങ്ങേണ്ടത്. ആ ഒരു ഹിന്ദുക്കളിൽ ഈ ഒരു ഹിന്ദു ഉണ്ടായിരിക്കും. എന്തായാലും ബൈജുജിന്റെ ഈ ഒരു ചർച്ചയിൽ ഹിന്ദു പക്ഷത്തു നിന്ന് ആചാര്യ പക്ഷത്തു നിന്ന് പറയാനാകുന്നു പറഞ്ഞു എന്ന ഒരു ആത്മസംതൃപ്തിയോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്തേ, നമഃ ശിവായ.